എമർജൻസി ലൈനുകൾ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മുൻപും പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളതാണ്. ഈ സെപ്റ്റംബർ മാസത്തിലെ മാത്രം ഒരു കണക്ക് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിരിക്കുന്നതനുസരിച്ച് 582 ആളുകൾ ഇത്തരത്തിൽ എമർജൻസി ലൈനുകൾ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായ നിയമ നടപടികളാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. എമർജൻസി ലൈനുകൾ അവിടെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് സൈഡിലേക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിവേഗത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ട എമർജൻസി വാഹനങ്ങളുണ്ടല്ലോ, ആംബുലൻസ് പോലുള്ള അല്ലെങ്കിൽ ഫയർ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് എത്തേണ്ട ആ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങൾ, ഹെൽത്ത് എമർജൻസി കേസുകൾ, ഇത്തരം വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി കൂടിയാണ്. അപ്പം ഇങ്ങനെ അനാവശ്യമായ എമർജൻസി ലൈനുകളിൽ വാഹനങ്ങൾ കയറി കഴിഞ്ഞാൽ ഇത്തരം വാഹനങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കും. ടെക്നിക്കൽ പ്രശ്നവുമായി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് വീണ്ടും ഈ കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് വാഹനം ഓടിക്കുന്ന ആളുകൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നവംബർ മുതൽ മാർച്ച് വരെ ഇനി രാജ്യത്ത് ചെറുതും വലുതുമായ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടല്ലോ. അപ്പോൾ മുൻ വർഷങ്ങളിലെയൊക്കെ റിപ്പോർട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് ഈ വരും വർഷങ്ങളിൽ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന മഴക്കെടുതികൾ നേരിടാൻ രാജ്യം സജ്ജമായി കഴിഞ്ഞു എന്നുള്ളൊരു അറിയിപ്പ് ഔദ്യോഗികമായി വന്നിരിക്കുകയാണ്. ക്യാപിറ്റൽ ഗവർണറേറ്റിൻ്റെയും അതുപോലെ സദേൺ ഗവർണറേറ്റിൻ്റെയും ഒക്കെ ഒഫീഷ്യൽസും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുമെല്ലാം കൂടിച്ചേർന്ന ഒരു യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള വെള്ളക്കെട്ടുകളോ ചെറിയ രീതിയിലുള്ള പ്രളയം പോലുള്ള കാര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ട എല്ലാ സന്നാഹങ്ങളും രാജ്യത്ത് തയ്യാറാണെന്നാണ് ഈ ഒരു മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിയമവിരുദ്ധമായി ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ഒരു സ്ഥാപന ഉടമയ്ക്കെതിരെ ഉദ്യോഗസ്ഥർ കേസെടുത്തിരിക്കുകയാണ്. മൊബൈലും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പിലാണ് അനധികൃതമായി ഇങ്ങനെ ഒരു ലോട്ടറി കച്ചവടം നടത്തിയിരുന്നത്. അവിടെ 2 മെഷീനുകൾ ഉപയോഗിച്ച് ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്ന ഒരു രീതിയായിരുന്നു. ആവശ്യക്കാർ അവിടെ എത്തി പണം നൽകിയ ശേഷം ഒരു 6 ഡിജിറ്റ് നമ്പറുള്ള ലോട്ടറി ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഒരു റാഫിൾ ഡ്രോ നടത്തിയൊക്കെയാണ് ഈ ലോട്ടറി ഇവർ നടത്തി വന്നിരുന്നത്. ലൈസൻസോ മറ്റു കാര്യങ്ങളോ പെർമിഷനോ ഒന്നും ഇല്ലാതെ നടത്തിയിരുന്ന ഈ ഒരു പ്രവൃത്തിക്കെതിരെ ശക്തമായ നിയമ നടപടി എടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റുള്ള ആളുകൾ ഇതൊരു മുന്നറിയിപ്പായി എടുക്കണമെന്നുമാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരിക്കുന്നത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.